കേരളത്തിന്റെ കാർഷിക മേഖലയിൽ പുരുഷന്മാർക്കൊപ്പം തന്നെ വനിതകൾക്കും ഇന്ന് നിർണായകമായ പ്രാതിനിധ്യമുണ്ട്. ആദ്യകാലങ്ങളിൽ കൃഷിയോട് വിമുഖത കാട്ടി അകൽച്ചയുടെ വരമ്പുകൾ തീർത്തു നിന്നിരുന്ന ഇവരിന്ന് വിവിധ കാർഷിക വൃത്തികളിൽ സജീവമായി പങ്കാളികളാകുന്നു. സ്വന്തം കാലിൽ ഉറച്ചു നിന്നുകൊണ്ട് വരുമാനം നേടുകയും അത് കുടുംബജീവിതത്തിന് പ്രയോജനപ്പെടുത്തുകയും ചെയ്തു പോരുന്ന കർഷക വനിതകളെ ആദരിക്കുവാൻ സർക്കാർ പദ്ധതികളും തയ്യാറായതോടെ നവകേരളത്തിന്റെ കാർഷിക മുഖം കൂടുതൽ ഹരിതകാന്തി അണിഞ്ഞു. ഇക്കൂട്ടത്തിൽ തന്റേതായ വേറിട്ടൊരു കാർഷിക വഴി തീർത്ത് ജീവിത വിജയം സ്വന്തമാക്കുന്ന വീട്ടമ്മയാണ് കോട്ടയം ആനിക്കാട് പുത്തൻപുരയ്ക്കൽ വീട്ടിലെ ഹേമ ആർ നായർ. ഒരിടത്തരം കുടുംബാംഗമായ ഹേമ ഭർത്താവ് രാവിലെ ജോലിക്ക് പോയി കഴിയവേ വീട്ടുജോലിക്ക് ശേഷമുള്ള നീണ്ട പകലിലെ വിരസത ഒഴിവാക്കാനായിരുന്നു കുടുംബശ്രീ പ്രവർത്തകയായി മാറിയത്. കുടുംബശ്രീ പ്രവർത്തനത്തിന്റെ ഭാഗമായി പങ്കെടുത്ത സെമിനാറുകളും പഠന ക്ലാസുകളും മറ്റും ഹേമയെ പശു വളർത്തലിലേക്ക് നയിച്ചു. സ്വന്തമായിട്ട് ഒരു തൊഴിൽ ചെയ്യണം എന്നുള്ളൊരു താല്പര്യമുണ്ട്. അത് നമുക്ക് പൈസ അത്യാവശ്യമാണ്, ജീവിക്കണമെങ്കിൽ ഒരാളുടെ വരുമാനം കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യണം, സ്വയമായി തൊഴിൽ ചെയ്യണം. എന്ത് കണ്ടാലും അതിനകത്തിൽ നമുക്ക് എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം എന്നുള്ള ആ ഒരു രീതിയാണ് എനിക്ക്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാമെന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനമായ ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ടാണ് അത് ഏത് കണ്ടാലും എനിക്ക് പഠിക്കണം, പോകണം, ട്രെയിനിങ്ങിന് പോകണം. അപ്പോൾ എനിക്ക് നിരവധി ട്രെയിനിങ്ങുകളൊക്കെ അതിൽ നിന്ന് കിട്ടിയിട്ടുമുണ്ട്. 2006 ഒരു ഹോൾസ്റ്റീൻ ഫ്രീഷ് പശുവുമായി ആരംഭിച്ച പരിപാലനം 5 വർഷം പിന്നിട്ടപ്പോൾ ഹേമ തന്റെ തൊഴുത്തിനെ HF-നൊപ്പം ജെഴ്സി, തനി നാടൻ ഇനങ്ങളായ വെച്ചൂർ, ചെറുവള്ളി, കാസർഗോഡ് കുള്ളൻ എന്നിവയും അവയുടെ കിടാരികളും അടങ്ങുന്ന ഒരു ഗോകുലമാക്കി മാറ്റി. മൃഗസംരക്ഷണ വകുപ്പിന്റെ 2011 മികച്ച ജില്ലാതല ക്ഷീര കർഷകയ്ക്കുള്ള പുരസ്കാരത്തിനും ഹേമ ആർ നായർ അർഹയായി. 2006 ഒരു 8-9 പശുക്കളുണ്ടായിരുന്നു. അതായത് HF-ന്റെ മോഡലായിരുന്നു. അങ്ങനത്തെ പശുക്കളായിരുന്നു. പിന്നെ ആ സമയത്ത് എനിക്ക് 2011-12 എനിക്ക് ആത്മയുടെ കോട്ടയം ജില്ലയുടെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ അവാർഡ് ലഭിക്കുകയുണ്ടായി. ഇപ്പം വെച്ചൂരിൻ്റെ ചെറുവള്ളി പശുവുണ്ട്. വെച്ചൂരിൻ്റെ ഒരു 50% വെച്ചൂരായിട്ടുള്ളൊരു കിടാവുണ്ട്. 1.5 വയസ്സ് കഴിഞ്ഞു. പിന്നെ കാസർഗോഡ് ദ്വാർഫുണ്ട്, ചെറുവള്ളി പശുക്കളുണ്ട്, പിന്നെ HF-ന്റെ ഒരു പശുവുണ്ട്. മൃഗസംരക്ഷണ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമുള്ള ശാസ്ത്രീയമായ പരിചരണ രീതികളാണ് ഹേമ തന്റെ തൊഴുത്തിൽ അവലംബിക്കുന്നത്. പശുപരിപാലനത്തിലെ മുഴുവൻ ജോലികളും ഈ വനിത ഒറ്റയ്ക്ക് തന്നെ നിർവഹിക്കുന്നു എന്ന പ്രത്യേകതയും ഇവിടുണ്ട്. തൊഴുത്തിന്റെ ശുചിത്വത്തിന് ഹേമ ഏറെ പ്രാധാന്യം നൽകുന്നു. അതുകൊണ്ട് തന്നെ ഈ വീട്ടമ്മയുടെ പ്രഭാതങ്ങൾ പശുക്കൾക്കു വേണ്ടി ഉണരുന്നു. പശുക്കളെ ശുദ്ധജലത്തിൽ കുളിപ്പിച്ച് തൊഴുത്ത് വൃത്തിയാക്കുകയാണ് ആദ്യ കർമ്മം. ചാണകവും ഗോമൂത്രവും പ്രത്യേകമായി ശേഖരിക്കുന്നു. ഹേമ ആർ നായർ ഒരു 15 വർഷമായി ക്ഷീരമേഖലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. അദ്ദേഹത്തിന് ഒരു 5 പശുവോളം വളർത്തുന്നുണ്ടായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 5 വർഷമായി ഈ നാടൻ കന്നുകാലി മേഖലയിലേക്ക് പ്രവർത്തന രീതി മാറ്റി കൂടുതൽ ജൈവ കൃഷിയിൽ ആകൃഷ്ടയായിട്ടാണ് അവർ കൂടുതൽ ജൈവ സംബന്ധമായ കൃഷി രീതികൾ അവലംബിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് തന്നെയല്ല, ഈ കുടുംബശ്രീ ഉൽപ്പന്നങ്ങളും അതുപോലെ നാടൻ ഉൽപ്പന്നങ്ങളും ഇതിനോടൊപ്പം തന്നെ ഉൽപ്പാദിപ്പിച്ച് വിപണനം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഹേമ ആർ നായരുടെ ഈ മേഖലയിലുള്ള ഏറ്റവും മികച്ച ഒരു നേട്ടം. നാടൻ കന്നുകാലിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അസുഖങ്ങളൊന്നുമില്ല. പിന്നെ ഒരു ചെറിയ നമുക്കൊരു ഇതിനൊരു പരിമിതി കാണുന്നത് 150 ദിവസത്തെ കറവേ നാടൻ കന്നുകാലിയെ സംബന്ധിച്ചിടത്തോളം കിട്ടുകയുള്ളൂ. പക്ഷേ പാലിൻ്റെ കൊഴുപ്പ് അതുപോലെ മറ്റ് രോഗങ്ങളൊന്നുമില്ല. ഒരു സ്ഥിതി ഒരവസ്ഥയായതിനാൽ ഇത് അങ്ങേയറ്റം കർഷകർ സ്വാഗതം ചെയ്യുന്നുണ്ട്. കാലിത്തീറ്റയും അസോളയും ഗോതമ്പ് തവിടും തേങ്ങാ പിണ്ണാക്കും
ഉപ്പും കലർത്തിയ മിശ്രിതമാണ് പശുക്കൾക്കുള്ള പ്രധാന ഖരാഹാരം. വൈക്കോലും CO3 ഇനം തീറ്റപ്പുല്ലും നാരിനങ്ങളിൽപ്പെട്ട ആഹാരമായും നൽകുന്നു. ദിവസവും 2 നേരം വീതമാണ് ആഹാരം നൽകുക. പശുക്കൾക്കായി CO3 തീറ്റപ്പുല്ലും ഹേമ കൃഷി ചെയ്യുന്നു. തീറ്റപ്പുല്ലിനുള്ള വളം തൊഴുത്തിലെ ചാണകം തന്നെ. CO3 തീറ്റപ്പുല്ല് വെച്ചിട്ടുണ്ട്, അത് കൊടുക്കുന്നുണ്ട്. കോങ്കോ സിഗ്നലുണ്ട്, അസോള എന്ന് പറഞ്ഞൊരു പായലുണ്ട്, അത് കൊടുക്കുന്നുണ്ട്. അത് കാലിത്തീറ്റയുടെ കൂടെ ഇട്ട് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കിയാണ് ഞാൻ പശുക്കൾക്ക് കൊടുക്കാറുള്ളത്. പ്രോട്ടീൻ ഏറ്റവും കൂടുതലുള്ള ഒരു കാലിത്തീറ്റയാണത്. അപ്പോൾ അത് കൊടുക്കുന്നത്. കാലിത്തീറ്റ എന്ന് പറഞ്ഞാൽ കേസ് അങ്ങനെ മിൽമയുടെ കാലിത്തീറ്റ അങ്ങനെ ഫീഡ്സ് ഞാൻ പെല്ലറ്റൊന്നും നാടൻ പശുക്ക് കൊടുക്കാറില്ല. അതിന് ഗോതമ്പ് തവിടോ മറ്റുള്ള പിണ്ണാക്കുകളോ അങ്ങനെയുള്ളതൊക്കെയാണ് കൊടുക്കുന്നത്. കൂടുതലും ഗോതമ്പുമ്മി അങ്ങനെയുള്ളതൊക്കെ കൊടുക്കുകയുള്ളൂ. കൂടുതലായി വിലയുള്ള സാധനങ്ങൾ മേടിച്ച് കൊടുക്കാറില്ല. 2 നേരമായിട്ടാണ് ഓരോ ദിനത്തിലെയും പശുക്കറവ. കറവക്കാരിയും ഹേമ തന്നെ. പശുക്കളെ കുളിപ്പിച്ച് അകിട് കഴുകി ശുചിയാക്കിയ ശേഷമാണ് കറവ ആരംഭിക്കുക. HF, ജെഴ്സി ഇനങ്ങൾ നല്ല അളവിൽ പാൽ ചുരത്തുന്നുണ്ടെങ്കിലും നാടൻ ഇനങ്ങൾ അവയുടെ വർഗ പ്രത്യേകതകളാൽ കുറഞ്ഞ അളവിലും പാലേകും. പ്രധാന പാൽ വിപണനം ക്ഷീരസംഘം വഴിയാണ്. നാടൻ ഇനങ്ങളുടെ പാലിനായി ആവശ്യക്കാർ വീട്ടിലേക്കും എത്തുന്നു. കറക്കാനുള്ള പശുക്കളെ ചാണകം വാരിയതിന് ശേഷം അകിടും കഴുകി കുളിപ്പീരും കഴിഞ്ഞ് കറന്ന പാല് സ്റ്റോറിൽ കൊടുക്കുന്ന ചില പശുക്കളുടേത് ചിലതിൻ്റേത് സ്റ്റോറിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ അല്ലാത്തത് ഞാൻ വീടുകളിലുള്ളവർക്ക് കൊടുക്കും, ഞാനും എടുക്കും. തൊഴുത്തിൽ നിന്നും വീട്ടിലേക്ക് കടന്നാൽ നാടൻ പശുക്കളുടെ പാലിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഒരുക്കുന്ന തിരക്കിലാകും ഹേമ. തൈര്, കട്ടിമോര്, വെണ്ണ, നെയ്യ്, പാൽപേട, പാൽ ലഡു, മൈസൂർ പേട തുടങ്ങിയ പുളിയും മധുരവുമൊക്കെ അടുക്കളയിൽ തയ്യാറാകുന്നു. കൂടുതലും ഞാൻ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് കൂടുതൽ ഉണ്ടാക്കുന്നത്. അത് സെയിൽ ചെയ്യാറുണ്ട്. ഓരോരുത്തർ ആവശ്യപ്പെട്ട് വരാറുണ്ട്. മോര്, പാല്, തൈര്, പേട അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. മിൽക്ക് ലഡു ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതൽ ഉണ്ടാക്കുന്നത്. കോട്ടയം കൃഷി വിജ്ഞാന കേന്ദ്രം, ആത്മ തുടങ്ങിയവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പഠന ശിബിരങ്ങളിലൂടെ നേടിയ അറിവിൽ വിവിധ പഴവർഗ്ഗങ്ങളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും ഹേമ ആരംഭിച്ചു. ഇഞ്ചി, നറുനീണ്ടി, നാരങ്ങ, കാരപ്പുളി, ചെമ്പരത്തിപ്പൂവ്, പുതിന എന്നിവയിൽ നിന്നുള്ള സ്ക്വാഷുകൾ, അച്ചാറുകൾ, ജാതിത്തോടിൽ നിന്നുള്ള ജാം, പൈനാപ്പിൾ ജാം, ചക്കപ്പഴവും തേനും ചേർന്ന ജാം, ചക്കമടൽ ഉപയോഗിച്ചുള്ള ജെല്ലി, ഉരുക്കിയ വെളിച്ചെണ്ണ തുടങ്ങിയവ ഹേമ എന്ന ഈ വനിതാ സംരംഭകയുടെ കരവിരുതിൽ പിറവിയെടുത്ത് വിപണന സജ്ജമായിക്കൊണ്ടിരുന്നു. ഇഞ്ചി നാരങ്ങയുടെ സ്ക്വാഷ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ജാതിക്കായുടെ സ്ക്വാഷ് ഉണ്ടാക്കും, ജാം ഉണ്ടാക്കും. പിന്നെ വിവിധതരം അച്ചാറുകൾ ഉണ്ടാക്കും. കാരമ്പോള സ്ക്വാഷ്, പുതിന, നറുനീണ്ടി ഇങ്ങനെയുള്ള സ്ക്വാഷുകളെല്ലാം തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ചക്കയുടെ മടലിൽ നിന്ന് ജെല്ലി ഉണ്ടാക്കി എടുക്കുന്നു, അത് ചെയ്യുന്നുണ്ട്. പിന്നെ ചക്കപ്പഴം സ്ക്വാഷ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ചക്കപ്പഴം തേനിനകത്തിട്ട് എടുത്ത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് ദിവസം ഇരുന്നെങ്കിൽ മാത്രമേ അതിൻ്റെ ഗുണം കിട്ടത്തുള്ളൂ. കൃത്രിമ കൂടുകളൊന്നും ചേർക്കാതെ സംശുദ്ധമായി തയ്യാറാകുന്ന ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വാങ്ങാനായി ആവശ്യക്കാർ വീട്ടിലെത്തുന്നതിന് പുറമെ
ജില്ലയിൽ സംഘടിപ്പിക്കുന്ന വിവിധ കാർഷിക പ്രദർശന വിപണന മേളകളിലും ഇവയുമായി ഹേമയുടെ സാന്നിധ്യമുണ്ട്. കോട്ടയം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ട്രെയിനിങ് നടത്തി പങ്കെടുത്ത ഒരു വ്യക്തിയായിരുന്നു ഹേമ. പള്ളിക്കത്തോട്ടിൽ നമ്മൾ ഹേമയുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ പഠിപ്പിച്ച എല്ലാത്തരം എല്ലാ പഴങ്ങളുടെയും തന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാലിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലും ഹേമ വളരെയധികം വൈവിധ്യം സ്വീകരിച്ചിട്ടുണ്ട്. ഈ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ പാഴാക്കി കളയാതെ പല രീതിയിൽ അച്ചാറായിട്ടും സ്ക്വാഷായിട്ടും ജാമായിട്ടും ഒക്കെ ഇവിടെ ചെയ്ത് കർഷകർക്ക് തന്നെ അത് ഏറ്റവും ലാഭകരമായ രീതിയിൽ കൊടുക്കാനേറെ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം സംബന്ധിച്ച് കോട്ടയം കൃഷി വിജ്ഞാന കേന്ദ്രം നടത്തിയ പഠന പരിപാടിയിൽ പങ്കെടുത്ത ഹേമ പൈനാപ്പിളിൽ നിന്നും ഉപയോഗശൂന്യമായി കളയുന്ന തൊലിയും മുകൾ ഭാഗത്തെ കുടുമിയും ചേർത്ത് പശുക്കൾക്കായി തയ്യാറാക്കുന്ന സൈലേജിന്റെ നിർമ്മാണത്തിലും പരിശീലനം നേടി. പൈനാപ്പിളിൻ്റെ സൈലേജ് ഉണ്ടാക്കാനായിട്ട് എനിക്ക് ട്രെയിനിങ് കിട്ടിയത് കുമരകം KVKയിൽ നിന്നാണ് കിട്ടിയത്. അതിൻ്റെ പ്രയോജനം എന്ന് പറഞ്ഞാൽ അത് ഈ പൈനാപ്പിൾ ധാരാളം ഉള്ളിടത്ത് ഇത് വേസ്റ്റായി പോകുന്നതിന് പകരമായിട്ട് നമുക്കിത് കളയാതെ ഉപയോഗിക്കുക എന്നുള്ള ആ കൺസെപ്റ്റിലാണ് അത് ഉപയോഗപ്പെടുത്തുന്നത്. പൈനാപ്പിൾ സൈലേജിനായി 4 കിലോഗ്രാം കുടുമിയില 1 കിലോഗ്രാം തൊലി എന്ന അനുപാതത്തിലാണ് എടുക്കേണ്ടത്. അരിഞ്ഞെടുക്കുന്ന കുടുമിയിലയും തൊലിയും പ്രത്യേകമായി വെയിൽ കൊള്ളിച്ചുണക്കി വായു കയറാതെ പാത്രത്തിലാക്കി അടച്ചുവെക്കുന്നു. 20 ദിവസം കഴിയവേ പാത്രത്തിൽ പാകമാകുന്ന പൈനാപ്പിൾ സൈലേജ് കാലിത്തീറ്റയോട് ചേർത്ത് കറവയുള്ള പശുക്കൾക്ക് നൽകാൻ കഴിയും. കുടുമിയുടെ ഭാഗം കൂടുതലായിട്ടും തൊലി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു 1/4 ഭാഗമായിട്ടും എടുത്താണ് ഈ സൈലേജ് തയ്യാറാക്കുന്നത്. ഈർപ്പം അധികമില്ലാത്ത വേസ്റ്റ്, അതായത് ഇപ്പം കുടുമിയും നമ്മൾ ഈ വേസ്റ്റും ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ ഒരു അര ദിവസമെങ്കിലും നല്ല വെയിലത്തിടുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഈർപ്പം നമുക്ക് നഷ്ടപ്പെടുത്തി അത് സൈലേജ് തയ്യാറാക്കാനുള്ള പാകത്തിലാക്കിയെടുക്കാം. അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് അതിന് എയർ ടൈറ്റായിട്ട് പാക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും കാതലായിട്ടുള്ള കാര്യം. 20 ദിവസത്തിന് ശേഷമാണ് നമ്മൾ ഈ സൈലേജ് ഓപ്പൺ ചെയ്യുന്നതും. 20 ദിവസം നമ്മൾ കഴിയുമ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ മേളിൽ ഒരു ചെറിയൊരു പൂപ്പൽ പോലെ നമുക്ക് ഒരു ലെയറെങ്കിലും ഒരു ചെറിയ പൂപ്പൽ പോലെ കാണപ്പെടും. പക്ഷെ അതങ്ങ് മാറ്റിയിട്ട് അതിൻ്റെ അടിയിൽ നല്ല ഗോൾഡൻ കളറിലുള്ള ഒരു സൈലേജ് നമുക്ക് കാണപ്പെടാൻ സാധിക്കും. അതാണ് പശുവിന് ആടുകൾക്കുമൊക്കെ തീറ്റയായിട്ട് കൊടുക്കുന്നത്. ഈ സൈലേജ് മറ്റ് തീറ്റകളുടെ കൂടെ മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്. ഇത് തന്നെയല്ല, മറ്റ് തീറ്റകളുടെ കൂടെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇത് ചെനയുള്ള പശുവിന് കഴിവതും ഇത് ഒഴിവാക്കുകയാണ് നല്ലത്. കാരണം പൈനാപ്പിൾ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ചെറിയ റിയാക്ഷൻ അതിനകത്ത് വരുന്നതായിട്ട് കാണപ്പെടുന്നു. അതുകൊണ്ട് ചെനയുള്ള പശുക്കൾക്ക് കഴിവതും അവോയ്ഡ് ചെയ്യുക. ഈ പൈനാപ്പിൾ സൈലേജ് മറ്റ് ഫീഡുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റ് ഫീഡുകളുടെ ക്വാണ്ടിറ്റി അതനുസരിച്ച് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ ചെയ്ത ഒരു പഠനത്തിൻ്റെ വെളിച്ചത്തിൽ കണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പാലിൻ്റെ മിൽക്ക് ഈൽഡ് കൂടുന്നതായിട്ടും മിൽക്കിലെ ഫാറ്റിൻ്റെ കണ്ടൻറ്റ് കൂടുന്നതായിട്ടും കാണാൻ സാധിച്ചിട്ടുണ്ട്. നാടൻ പശുക്കളുടെ ഗോമൂത്രം, അവയുടെ ചാണകത്തിൽ നിന്നും തയ്യാറാക്കുന്ന ജീവാമൃതം എന്ന ജൈവവളം, ഭസ്മം, ചാണക വറളി, മണ്ണിര കമ്പോസ്റ്റ് എന്നിവയും ഹേമയുടെ കാർഷിക വിപണിയിലുണ്ട്. വൻതേൻ, ചെറുതേൻ ഇനത്തിൽപ്പെട്ട തേനീച്ച വളർത്തലും ഹേമയ്ക്കുണ്ട്. തേനും തേനിന്റെ അനുബന്ധ ഉൽപ്പന്നങ്ങളും ഇതര മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കൊപ്പം വിപണിയിലെത്തുന്നു. കരിങ്കോഴി അടക്കമുള്ള മുട്ടക്കോഴികളും ഹേമയുടെ പരിരക്ഷ ഏറ്റുവാങ്ങി ചിക്കിച്ചികഞ്ഞു നടക്കുന്നതിനാൽ വീട്ടാവശ്യത്തിനും വിൽപ്പനയ്ക്കുമുള്ള നാടൻ കോഴിമുട്ടകൾക്കും ഇവിടെ ക്ഷാമമില്ല. ഒഴിവ് വേളകളിൽ ഭർത്താവ് രാജേന്ദ്രൻ നായരുടെ സഹായവും ഹേമയുടെ കാർഷിക പ്രവർത്തനങ്ങൾക്കുണ്ട്. പുത്തൻപുരയ്ക്കൽ വീടിന്റെ വിശാലമായ തൊടിയിൽ എല്ലാ നാട്ടുഫലവൃക്ഷങ്ങളും തണൽ വിരിച്ചു നിൽക്കുന്നു. അവയ്ക്കിടയിൽ ഹേമയുടെ പരിലാളനകൾ സ്വീകരിച്ച് ജാതിയും കുരുമുളകും വാഴയും മരച്ചീനിയും റംബൂട്ടാനും സപ്പോട്ടയും മാംഗോസ്റ്റീനും ഔഷധ സസ്യങ്ങളുമൊക്കെ അവയുടെ ഫലസമ്പത്തി ചൊരിയുന്നു.
കോട്ടയം കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ശാസ്ത്രീയ കൃഷി വ്യാപന പരിപാടിയുടെ ഭാഗമായി മാറിയ ഹേമ എന്ന ഈ കർഷക വീട്ടമ്മയുടെ കാർഷിക പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിലും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിലും കേന്ദ്രം ശ്രദ്ധ വയ്ക്കുന്നു. എനിക്ക് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്നും വളരെയധികം ട്രെയിനിങ്ങുകൾ കിട്ടാറുണ്ട്. അപ്പോൾ ഏത് ട്രെയിനിങ് ആണെങ്കിലും ഞാൻ പങ്കെടുക്കുകയും അതിനകത്തുനിന്ന് നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് കുറേയൊക്കെയായാലും പ്രാബല്യത്തിൽ വരുത്തുകയും അപ്പോൾ 100 പേരൊരു ക്ലാസ്സിന് പങ്കെടുത്താൽ 1-2 പേര് ചിലപ്പം ചെയ്യുകയുള്ളൂ. അപ്പോൾ അതിൽ ചിലപ്പോൾ 1-2 വ്യക്തികളിൽ ഒരാളായിരിക്കും ഞാൻ. എന്നെപ്പോലുള്ള ഒരാൾക്കെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം 10ാം ക്ലാസ് ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡും പഠിച്ച് പാസ്സായതേ ഉള്ളൂ. വലിയ കൂടുതൽ പഠിത്തമില്ല. അപ്പോൾ പഠിത്തമില്ലാത്ത ആളിന് ഇങ്ങനെയുള്ള അവയർനെസ് ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രയോജനപ്പെടും. ADS ഭരണസമിതി അംഗം, ആത്മാ പ്രവർത്തക സമിതി അംഗം, ക്ഷീരവികസന സമിതി അംഗം, കാർഷിക വികസന സമിതി അംഗം തുടങ്ങിയ മേഖലകളിലും പ്രവർത്തിച്ചു പോരുന്ന ഹേമ ആർ നായർക്ക് മികച്ച ക്ഷീര കർഷകയ്ക്കുള്ള ജില്ലാതല പുരസ്കാരത്തിനൊപ്പം മികച്ച ക്ഷീര കർഷകയ്ക്കുള്ള ഗ്രാമപഞ്ചായത്ത് തല പുരസ്കാരം, ആകാശവാണിയുടെ വയലും വീടും പരിപാടിയുടെ ആദരം തുടങ്ങിയവയും ലഭിച്ചു. കോട്ടയം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലുള്ള പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയ ഒരു കർഷക വനിതയാണ് ഹേമ. ഒരു സംയോജിത കൃഷിരീതി വിജയകരമായിട്ട് അവലംബിക്കാനായിട്ടുള്ള സാങ്കേതിക ജ്ഞാനം അവർക്ക് പകർന്നു കൊടുത്തു എന്ന് മാത്രമല്ല, അത് സ്വന്തം ജീവിതത്തിൽ പകർത്തി ഒരു മാതൃക കർഷകയായിട്ട് ഈ പ്രദേശത്താകെ വെളിച്ചം വീശി നിൽക്കുന്ന ഞങ്ങളുടെ ഒരു അംബാസിഡറാണ് ശ്രീ ഹേമ എന്ന് പറയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. SSLCയും ടൈപ്പ് റൈറ്റിംഗും ഷോർട്ട് ഹാൻഡുമാണ് ഹേമ എന്ന ഈ ഗ്രാമീണ വനിതയുടെ വിദ്യാഭ്യാസം. പക്ഷേ നിശ്ചയദാർഢ്യവും ഇച്ഛാശക്തിയും നൽകിയ ആത്മവിശ്വാസം അവരെ കാർഷിക കളരിയിലേക്ക് നയിച്ചപ്പോൾ അവൾ സ്വായത്തമാക്കിയത് ജീവിത വിജയത്തിന്റെ ഉന്നത ശ്രേണികളായിരുന്നു. തൊടിയിലും തൊഴുത്തിലും അടുക്കളയിലുമൊക്കെ ചെലവഴിക്കുന്ന അവരുടെ നിമിഷങ്ങൾ ഒട്ടും ചെറുതല്ലാത്ത ജീവിത വരുമാനത്തിന്റെ മാത്രകളായി മാറുന്നു. മനസ്സുണ്ടേ മാർഗമുണ്ട്. ഇപ്പോൾ ഒരു വൃക്ഷം വെച്ച് പിടിപ്പിച്ചു, അത് നമുക്ക് ആവശ്യമില്ല. ഒരു കപ്പളമാണെങ്കിൽ അത് നിറച്ച് കപ്പളങ്ങ നമുക്ക് ആവശ്യമില്ല, അന്നേരം അത് വെട്ടിക്കളയാം. അത് അങ്ങനെയും ചെയ്യാതെ നമ്മൾ അതുകൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് നമ്മൾ അല്ലേ ചെയ്യുന്നവർക്ക് അത് കൊടുക്കുക. അങ്ങനെ ചെയ്യുക. എത്രയോ പേര് എന്തെല്ലാം ഇല്ലാതെ അവസ്ഥയിൽ നിൽക്കുന്നു. അപ്പോൾ അവർക്കൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുക. അതൊക്കെയാണ് എൻ്റെ അഭിപ്രായങ്ങൾ. ഹേമ ആർ നായർ എന്ന കോട്ടയത്തെ ഈ വീട്ടമ്മ തന്റെ കാർഷിക വിജയത്തിന്റെ പകൽ വഴികളിൽ നിന്നുകൊണ്ട് മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട് എന്ന് പറയുമ്പോൾ അത് നമുക്കിടയിലേക്കുള്ള ഒരാഹ്വാനം കൂടിയായി മാറുകയാണ്. മലയാളത്തനിമയി മണ്ണിൽ നിലനിർത്താൻ നാടാകെ പ്ലാവിൻ മരങ്ങളെ കാക്കാൻ. ചക്കയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് ഹേമ പാടിയ ഒരു ഗാനശകലം കൂടി കൃഷിദർശനേകുമ്പോൾ അവിടെയും ഒരു കാർഷിക ആനന്ദത്തിന്റെ നവ്യാനുഭവം പ്രസരിക്കുകയായിരുന്നു. ഗോമാത കുലമാത സാക്ഷരമാക്കാൻ, നാടൻ പശുക്കളെ പോറ്റി വളർത്താൻ, ചക്കക്കലിത്തീറ്റ നിത്യവുമേകൂ, ക്ഷീരസമൃദ്ധിയും നാട്ടിലുമാക്കാം. മലയാളത്തനിമയി മണ്ണിൽ നിലനിർത്താൻ നാടാകെ പ്ലാവിൻ മരങ്ങളെ കാക്കാം. ആയുരാരോഗ്യത്തെ പോറ്റി വളർത്താൻ ചക്കയല്ലാതൊരു ഭക്ഷണമുണ്ടോ? यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए जैव उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता।
നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരള ഫീഡ്സിന്റെ പുതിയ ഹൈടെക് ഫാക്ടറി കോഴിക്കോട്ട്. ഫ്ലേവേഡ് തേങ്ങാപ്പാൽ നിർമ്മാണത്തിനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ചു. പച്ചക്കറി വിത്ത് തപാലിൽ. വിശദമായ വാർത്തകളിലേക്ക്. കേരള ഫീഡ്സിന്റെ പുതിയ ഹൈടെക് ഫാക്ടറിയുടെ ഉദ്ഘാടനം കോഴിക്കോട് ചേമഞ്ചേരിയിലെ തിരുവണ്ടൂരിൽ ജനുവരി 9 നടക്കും. പ്രതിദിനം 300 മെട്രിക് ടൺ ഉൽപാദനശേഷിയുള്ള കാലിത്തീറ്റയുടെയും 60 മെട്രിക് ടൺ ശേഷിയുള്ള ആടുതീറ്റയുടെയും ഉൽപാദനം ഈ ഫാക്ടറിയിൽ ആരംഭിക്കും. കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി ശ്രീ രാധാമോഹൻ സിംഗ് ആണ് ഉദ്ഘാടനം നിർവഹിക്കുക. കൂടാതെ ഈ അവസരത്തിൽ ജില്ലയിലെ മികച്ച ക്ഷീര കർഷകരെ ആദരിക്കും. തിരുവനന്തപുരം കേശവദാസപുരത്ത് പ്രവർത്തിക്കുന്ന സ്വദേശി ഗ്രാമവികസന സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ കേക്ക് നിർമ്മാണത്തിൽ പരിശീലനം നൽകുന്നു. ഈ മാസം 11, 12 തീയതികളിലാണ് പരിശീലനം. താൽപ്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0412540025. നാളികേര വികസന ബോർഡിന്റെ ആലുവയിലുള്ള സാങ്കേതിക വികസന കേന്ദ്രത്തിൽ പിസ്ത, റോസ്, ചോക്ലേറ്റ് ഫ്ലേവറുകളിലുള്ള തേങ്ങാപ്പാൽ നിർമ്മാണത്തിന്റെ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചു. പരിശീലനത്തിനും വിശദവിവരങ്ങൾക്കും ആലുവയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുമായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ 0484267968. ദേശീയ മൃഗസംരക്ഷണ മേള നിറവ് 2016 ഈ മാസം 8, 9, 10 തീയതികളിൽ കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിക്കും. വിവിധയിനം വളർത്തുമൃഗങ്ങൾ, പക്ഷികൾ, നാടൻ ജനസുകൾ തുടങ്ങിയവയുടെ പ്രദർശനവും സെമിനാറും പരിപാടിയിൽ നടക്കും. തിരുവനന്തപുരം തിരുമല നാഷണൽ സീഡ് കോർപ്പറേഷൻ 12 ഇനം പച്ചക്കറി വിത്തുകൾ തപാലിൽ ലഭ്യമാക്കുന്നു. ചീര, വെണ്ട, പയർ, മുളക്, ഉള്ളി, കോളിഫ്ലവർ, കാബേജ്, ഫ്രഞ്ച് ബീൻസ്, വഴുതന, തക്കാളി, ക്യാരറ്റ്, ചുരക്ക വിത്തുകളടങ്ങിയ കിറ്റിന് 50 രൂപയാണ് വില. തപാൽ ചാർജ് പ്രത്യേകം വഹിക്കണം. കേന്ദ്ര സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ 5:30 വരെ ഓഫീസിൽ നിന്ന് നേരിട്ട് വിത്തുകൾ വാങ്ങാം. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 04712356 കമ്പോളം നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി ക്വിന്റലിന് 8,800 രൂപ, കോഴിക്കോട് 9,400 രൂപ, തൃശൂർ 8,600, കൊപ്ര കൊച്ചി 6,010 രൂപ, കോഴിക്കോട് 6,150, തൃശൂർ 5,980, കുരുമുളക് അൺഗാർബിൾഡ് 62,700, ഗാർബിൾഡ് 65,700, ചുക്ക് മീഡിയം 17,500, ബെസ്റ്റ് 19,000, മഞ്ഞൾ സേലം 11,100, ഈറോഡിൽ 11,300 രൂപ. അടയ്ക്ക പഴയത് 25,500 മുതൽ 26,500 രൂപ വരെ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 9,600 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 9,950, കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 9,600 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 9,950 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ ക്വിന്റലിന് 8,800 രൂപ, കൊപ്ര 6,010 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ല 2,100, റോട്ടറി 2,400 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 62,700, ഗാർബിൾഡ് 65,700, ചുക്ക് മീഡിയം 17,500, ബെസ്റ്റ് 19,000. അടയ്ക്ക പുതിയത് 20,000 രൂപ മുതൽ 22,500 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 200 രൂപ മുതൽ 220 രൂപ വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 420 മുതൽ 440 വരെ. ജാതിപത്രി 650 മുതൽ 925 വരെ. ഗ്രാമ്പു 760 രൂപ. റബ്ബർ RSS 5 ഗ്രേഡ് ക്വിന്റലിന് 9,500 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 9,950, ഒട്ടുപാൽ 6,200 രൂപ, ലാറ്റക്സ് 7,400 രൂപ. കമ്പോള അവലോകനം. റബ്ബർ അവധി വ്യാപാരത്തിലെ വിൽപ്പന സമ്മർദ്ദം ചെറുകിട കർഷകരെയും തോട്ടമുടമകളെയും ഒരുപോലെ ആശങ്കയിലാക്കി. ഷീറ്റ് വില 7 വർഷത്തെ താഴ്ന്ന തലം ദർശിച്ചതോടെ സ്റ്റോക്ക് വിറ്റുമാറാൻ പലരും തിടുക്കപ്പെട്ടു. ടയർ മേഖലയിൽ നിന്നുള്ള ആവശ്യം കുറഞ്ഞത് മികച്ചയിനം റബ്ബറിന് തിരിച്ചടിയായി. ഏലക്ക ലേലത്തിൽ ആഭ്യന്തര വ്യാപാരികളും കയറ്റുമതിക്കാരും സജീവമാണ്. ഉത്തരേന്ത്യൻ ലേലത്തിൽ മികച്ചിനങ്ങൾക്ക് കിലോ 1,363 മുതൽ 1,438 രൂപ വരെ ലഭ്യമായി. ഹൈറേഞ്ചിൽ നടന്ന ലേലത്തിൽ വിവിധ ഇനങ്ങൾ കിലോ 617 മുതൽ 916 രൂപയിലാണ്. മലബാർ മേഖലയിലെ കൊപ്ര വില വർദ്ധിച്ചെങ്കിലും അതിന് അനുസൃതമായി വെളിച്ചെണ്ണ വില ഉയർന്നില്ല. എണ്ണയ്ക്ക് പ്രാദേശിക ആവശ്യം കുറവാണ്. പാൻ മസാല വ്യവസായികൾ അടയ്ക്ക സംഭരിക്കാൻ ഉത്സാഹിച്ചു. കാർഷിക മേഖലകളിൽ നിന്നും പുതിയ അടയ്ക്കയും പഴയ ചരക്കും വിൽപ്പനയ്ക്കെത്തി. മികച്ച ഇനം 26,500 രൂപയിലാണ്. ഇനി കാലാവസ്ഥ.
കണ്ണൂർ കൂടിയ താപനില 35.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22.4 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 36.2, 22.9. കൊച്ചി 32.2, 23.6. ആലപ്പുഴ 35.9, 23.7. പുനലൂർ 34.6, 20.5. തിരുവനന്തപുരം കൂടിയ താപനില 33.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.6 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.